അവർ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പാർലമെന്റിന്റെ മന്ദിരം മാത്രമല്ല, സറൗണ്ടിങ് ഏരിയാസ് അറൗണ്ട് വസന്ത് വിഹാർ അപ് ടു ദി എയർപോർട്ട് ഹാവ് ബീൻ ബിൽഡ് ഓൺ വഖഫ് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. നാളെ ഈ വഖഫ് വന്നിട്ട് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ വഴിയെ കാണുന്ന സാധനങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് അത് ഞങ്ങളുടേത്, ഇത് ഞങ്ങളുടെ എന്ന് പറയാണ്. ദേവസ്വം ബോർഡിലെ ഇപ്പൊ നമ്മൾ ഹൈക്കോടതി അടുത്ത കാലത്ത് ഒരു വിധി പ്രസ്താവിച്ച ഒരു സിഇഒ ഹിന്ദുവല്ലാത്ത ആള് വന്നിട്ട് നിർബന്ധമായിട്ടും അതിന്റെ കമ്മീഷണർ ഹിന്ദുമത വിശ്വാസിയാവണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടല്ലോ. നിങ്ങൾ എന്താ ഈ വിവേചനം കാണിക്കുന്നത്? വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഇസ്ലാം മത വിശ്വാസികൾ ദൈവമാർഗത്തിൽ ദാനം ചെയ്ത സ്വത്ത് സംരക്ഷിക്കാനുള്ള ഏർപ്പാടാണ്. അവിടെ എന്താ മറ്റുള്ളവർക്ക് കാര്യം? ഷാക്കിറെ, ഈ ഇസ്ലാം മത വിശ്വാസികൾ നിങ്ങൾക്ക് എന്താ പരലോകത്ത് ഉള്ള സുഖത്തിനും സൗഖ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ദാനം ചെയ്യുന്നതാണെന്ന് മനസ്സിലായി. ഈ 1500 വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ തിരുച്ചിത്രമ്പലം എന്താണ് ആ സ്ഥലത്തിന്റെ പേര്, അവിടെ നിന്നിരുന്ന 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രം ആരാണ് ഈ വഖഫ് ബോർഡിന് പരലോകത്ത് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ദാനം ചെയ്തതെന്നൊന്ന് പറഞ്ഞു തരും. എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുവാണ്. 1. 2, ഇത് മുസ്ലിം വിരുദ്ധമാണ്, ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് പറയുന്നുണ്ട്. ഏത് മുസ്ലിമിന് വിരുദ്ധം? ഷിയ മുസ്ലിമിനാണോ വിരുദ്ധം? ബോറ മുസ്ലിമിനാണോ വിരുദ്ധം? അഹമ്മദിയ മുസ്ലിമിനാണോ വിരുദ്ധം? മുസ്ലിം സ്ത്രീകൾക്കാണോ വിരുദ്ധം? അപ്പോൾ ഈ വഖഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഈ പറയുന്ന സൈഡ് ലൈൻ ചെയ്ത് പോയിട്ടുള്ള അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വരണം എന്നുള്ളതാണ് പുതിയ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കുറച്ച് സുന്നി മുസ്ലിങ്ങൾ മാത്രമല്ല ഷാക്കിറെ ഇന്ത്യ മഹാരാജ്യത്തുള്ളത്. വലിയ തോതിലുള്ള ഫീഡ്ബാക്കുകൾ, അഭിപ്രായങ്ങൾ രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് നിന്നുള്ള ആൾക്കാർ, വിവിധ മുസ്ലിം സമുദായങ്ങളിലുള്ളവർ ഈ പറയുന്ന ബോർഡിൻ്റെ മുമ്പിലെത്തുകയും JPCയുടെ മുമ്പിലെത്തുകയും അവരുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വഖഫ് ബോർഡ് ഈ പറയുന്ന റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഖഫ് ബില്ല് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം കൊണ്ട് ഈ ദേവസ്വം ബോർഡിൻ്റെ കാര്യവും ചർച്ചിൻ്റെ കാര്യവും ഒക്കെ എടുത്തു വെച്ചിട്ട് പറയുന്നുണ്ട് ചർച്ചിൽ ക്രിസ്ത്യാനികളല്ലാത്ത ആൾക്കാരുണ്ടാവുമോ, ദേവസ്വം ബോർഡിൽ അല്ലാത്ത ആൾക്കാരുണ്ടാവുമെന്ന്. ഷാക്കിറെ, ഈ നിങ്ങളുടെ മഹല്ല് കമ്മിറ്റിയിൽ ഏതെങ്കിലും ഹിന്ദുക്കളെ എടുത്ത് വെക്കണമെന്നോ ക്രിസ്ത്യാനികളെയോ ജൈനനെയോ പാർസിയോ എടുത്ത് വെക്കണമെന്നോ ഒന്നും അല്ല പറഞ്ഞത്. ഈ വഖഫ് ബോർഡിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 47,000 കേസുകളാണ് വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ രാജ്യത്ത് വഖഫ് ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇതിനകത്ത് 10,000 കേസുകളെങ്കിലും ഏറ്റവും കുറഞ്ഞത് നോൺ മുസ്ലിങ്ങളും 10,000 കേസുകൾ മാത്രമാണ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതായത് ബാക്കി 37,000 38,000-ഓളം കേസുകൾ നിലനിൽക്കുന്നത് നോൺ മുസ്ലിങ്ങളുമായിട്ടാണ്. അതായത് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് മുനമ്പത്തിലേതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞ തമിഴ്നാട്ടിലെ ആ ഗ്രാമത്തിലേതുപോലെ അവിടെ 4-5 മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി അത്രയും ഹിന്ദു ഫാമിലീസാണ് അവിടെ ഉള്ളത്. ഇതുപോലെ വന്നിട്ട് നിങ്ങളുടെ ഭൂമി ഞങ്ങളുടേതാണ്, നിങ്ങളുടെ ഏതെങ്കിലും മുത്തച്ഛൻ വാക്കാൽ വഖഫ് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ക്ലെയിം ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഈ കേസ് കിടക്കുന്ന 80% 90% കേസുകളും ഈ ലാൻഡ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നത് നോൺ മുസ്ലിംസുമായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എന്താ ഞങ്ങളുടെ കാര്യത്തിൽ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണെന്ന് ഞങ്ങളുടെ ഭൂമിയിൽ കയറി ക്ലെയിം ചെയ്യാൻ വരുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ ഭൂമിയിൽ കയറിയിട്ട് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് മറുപടി നൽകുവാൻ പറ്റുന്ന തലത്തിൽ അല്ലെങ്കിൽ അതിനൊരു തീർപ്പ് കൽപ്പിക്കുവാൻ പറ്റുന്ന തലത്തിൽ ഒരു ബോഡി ഉണ്ടാക്കുന്ന ലോ അമെൻഡ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്ത് നോൺ മുസ്ലിംസ് കടന്നു വരേണ്ടി വരും. ഇവിടെയുള്ള ദേവസ്വം ബോർഡിനോ ചർച്ചിനോ, അപ്പം നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കും, ദേവസ്വം ബോർഡിനോ ചർച്ചിനോ ഒന്നും മറ്റുള്ളവരുമായിട്ട് ലാൻഡ് ഡിസ്പ്യൂട്ട് ഇല്ലേ? നോൺ ക്രിസ്ത്യൻസുമായിട്ടും നോൺ ഹിന്ദുസുമായിട്ടും ദേവസ്വം ബോർഡിനും ചർച്ചിനും ഒന്നും ലാൻഡ് ഡിസ്പ്യൂട്ട് ഇല്ലേ എന്ന് ചോദിക്കും. ലാൻഡ് ഡിസ്പ്യൂട്ട് ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ ഒരു ക്ഷേത്രത്തിന്, പ്രൈവറ്റ് ആയിട്ടുള്ള അമ്പലങ്ങൾക്ക്, ദേവസ്വം ബോർഡിനും ഒക്കെ ചിലപ്പോൾ അടുത്ത് കിടക്കുന്ന ക്രിസ്ത്യാനിയുമായിട്ടോ അടുത്ത് കിടക്കുന്ന മുസ്ലിമുമായിട്ടോ ഒക്കെയും ലാൻഡ് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവും. ആ ലാൻഡ് ഡിസ്പ്യൂട്ട് നടക്കുന്നത് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ചിട്ടുള്ള കോടതികളിലാണ്. അല്ലാതെ ഇപ്പോൾ ഭേദഗതി വരുന്നുണ്ടല്ലോ, അവിടെ കോടതികളിൽ ചോദ്യം ചെയ്യാമെന്നുണ്ട്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. അല്ല, അങ്ങനെയല്ല. തെറ്റാണെങ്കിൽ കോടതികളിൽ ചോദ്യം ചെയ്യാമല്ലോ. അല്ല, അത് ഒരു ഭാഗം മാത്രമാണ്. ഇതിനകത്ത് ഒരുപാട് ഇപ്പം നോക്കൂ, ഇതിനകത്ത് 9 ലക്ഷം ഏക്കറിന് പുറത്തേക്കുള്ള ലാൻഡാണ് ഈ പറയുന്ന വഖഫ് ബോർഡിന്റെ കയ്യിൽ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. 2006 റിപ്പോർട്ട് അനുസരിച്ച് തന്നെ അത് ഏതാണ്ട് എത്രയാ 20 കോടിയോ മറ്റോ മാത്രമാണ് അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ്. ഡെഡായിട്ടാണ് ആ സാധനം കിടക്കുന്നത്. അത്രയധികം അഴിമതിയും മറ്റ് ബഹളങ്ങളും എല്ലാമായിട്ടാണ് അതിനകത്ത് നിൽക്കുന്നത്. മിസ്യൂസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിന് ഒക്കെ പുറമെയാണ് വഖഫ് ബൈ യൂസർ എന്നും പറഞ്ഞിട്ട് വേറൊന്ന് കിടക്കുന്നത്. കർണാടകത്തിന് വലിയ പ്രക്ഷോഭം ഉണ്ടായതാണ് ഇടയ്ക്ക്. ഒരു മുനിസിപ്പൽ ഗ്രൗണ്ട് വന്നിട്ട് വഖഫ് ബൈ യൂസർ, ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ ഈദ് നിസ്കാരം നടത്തുന്നതാണ്, ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് പോയി ക്ലെയിം ചെയ്യുന്ന സമയത്ത് വലിയ പ്രക്ഷോഭം ഹിന്ദു സംഘടനകളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടാണ് പിന്നെ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ആ ഒരു സാധനത്തിലേക്ക് അത് പോകുന്നതിൽ നിന്ന് തടയുകയും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 2013 വന്നിട്ട് ഈ ഇവാക്യൂസ് പ്രോപ്പർട്ടീസ് ആക്ട്, അതിൽ ഈ പിന്നെ പാകിസ്ഥാനിലോട്ടും ബംഗ്ലാദേശിലോട്ടും പോയ മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയ വസ്തു അന്ന് വരെ ഇവാക്യൂ പ്രോപ്പർട്ടീസ് ആക്ടിന്റെ അടിയിലായിരുന്നു. ഈ വസ്തുക്കൾ വന്നിട്ട് ഇത്രയും ലക്ഷക്കണക്കിന് ഏക്കർ വസ്തു വന്നിട്ട് വഖഫ് ബോർഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട് 2013 108A കൊണ്ടുവന്നത്. അതായത് ഈ വഖഫ് ആക്ടിന് ഇന്ത്യ മഹാരാജ്യത്തിലുള്ള മറ്റെല്ലാ നിയമത്തിനും എതിരെ ഓവർ റൈഡിംഗ് കപ്പാസിറ്റി കാണുമെന്ന്. ഇതാണോ നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്ന നിയമം?
അതായത് ഇവിടെ കോൺഫ്ലിക്റ്റ് വരുന്നത് എന്തുകൊണ്ടാണ്? അതുവരെ 95 വരെ നമ്മുടെ ഈ സെക്യുലർ നിയമങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 95 കഴിഞ്ഞപ്പോൾ ഈ പണ്ട് നീർക്കോലിയായിരുന്ന ഈ മുസ്ലിം ശരീഅത്തില അതിന് പല്ലും നഖവും കൊടുത്ത സമയത്ത് അത് പൊങ്ങി വസ്തു ഏറ്റെടുക്കാൻ തുടങ്ങി. ഈ അതുവരെ ഇവിടുത്തെ സെക്യുലർ നിയമം അനുസരിച്ച് ജീവിച്ചിരുന്ന പാവപ്പെട്ട ഇന്ത്യൻ പൗരന്മാർ അതിനു മുമ്പിൽ കീഴടങ്ങി. ഇതുകൊണ്ടാണ് അതിനെ ഡ്രാക്കോണിയൻ എന്ന് വിളിക്കേണ്ടത്. ദ മോസ്റ്റ് ഡ്രാക്കോണിയൻ ലോ എന്ന് വേണം വഖഫ് ആക്ടിനെ വിളിക്കേണ്ടത്. അല്ല, ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. മഞ്ജുഷ ചോദിച്ചല്ലോ ഇത് എങ്ങനെയാണ് മുസ്ലിങ്ങളെ സഹായിക്കുന്നതെന്ന് ചോദിച്ചു. ഈ വഖഫ് എന്ന് പറയുന്നത് എന്തിനാണ്? മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ അവിടെ അവശത അനുഭവിക്കുന്ന കമ്മ്യൂണിറ്റികൾക്കിടയിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. 2006 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടാണ് പ്രധാനമായിട്ടും മുസ്ലിം വിഭാഗത്തിനിടയിലുള്ള പിന്നോക്കാവസ്ഥയെക്കുറിച്ചിട്ട് ഇന്ത്യയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതേ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതിനകത്ത് പറയുന്നത് 4.9 ലക്ഷം രജിസ്റ്റേർഡ് ഏക്കർ ലാൻഡ് അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്, വഖഫ് ബോർഡിന്റെ കയ്യിൽ. ഇത് 2006 കണക്കാണ് കേട്ടോ. ഇപ്പോഴാണ് അത് 9 ലക്ഷത്തിന് മുകളിലേക്ക്, ഇപ്പോഴാണ് 9 ലക്ഷത്തിന് മുകളിലേക്ക് പോയിരിക്കുന്നത്. ഈ 4.9 ലക്ഷം ഏക്കർ സ്ഥലം വെച്ചിട്ട് അന്ന് വെറും 163 കോടി രൂപയാണ് പെർ ആനം അത് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് വെറും 2.7% റിട്ടേൺ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് തന്നെ പറയുന്നുണ്ട് 12,000 കോടി രൂപ പെർ ആനം മിനിമം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥാനത്താണ് 163 കോടി രൂപ മാത്രം ഇവർ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ക്ലിയർ മിസ്മാനേജ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. അതായത് കൊടിയ അഴിമതിയും അതിനകത്തിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള തലത്തിലും ഈ പറയുന്ന വഖഫ് പ്രോപ്പർട്ടികളെ പ്രോപ്പറായിട്ട് മിസ്യൂസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇതുവരെ തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിന്റെ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളിലേക്ക് എത്തേണ്ടുന്ന കാശ് ഇവരുടെ മിസ്മാനേജ്മെന്റും ഇവരുടെ കുറച്ച് പേരുടെ ഞാനും അപ്പനും സുഭദ്രയും അടങ്ങുന്ന ട്രസ്റ്റ് ഇതിനെ നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരു സാഹചര്യവും കാരണം കൃത്യമായി റവന്യൂ ജനറേറ്റ് ചെയ്യും. നിങ്ങൾ ആ ഡിഫറൻസ് നോക്കണം. 163 കോടി രൂപയും 12,000 കോടി രൂപയും സച്ചാർ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. ഇവരിപ്പോഴും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെ വലിയ സംഭവമായിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു നടക്കുന്നതാണ്. എങ്ങനെയാണ് മുസ്ലിം സമുദായത്തെ ഏത് രീതിയിലാണ് ഈ അമെന്റ്മെന്റ് സഹായിക്കുക എന്നതിന് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് തന്നെയാണ് പാർലമെന്റിലും പറഞ്ഞത്. ഈ രീതിയിൽ അതായത് അവശത അനുഭവിക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾക്ക് ഈ കിട്ടേണ്ട സഹായങ്ങൾ അത് ഈ വഖഫ് ബോർഡിന്റെ നിലവിലെ അഡ്മിനിസ്ട്രേഷൻ പ്രശ്നങ്ങൾ കാരണം തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ മിസ്യൂസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അത് മാറ്റപ്പെടും ഈ ഘടന മാറ്റുന്നതിലൂടെ. അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്ന്, സെക്ഷൻ 40 അതെടുത്ത് കളയുന്നതിലൂടെ ഏത് പ്രോപ്പർട്ടിയും വഖഫ് പ്രോപ്പർട്ടി ആക്കാം എന്നുള്ള കാര്യം മാറുന്നു. ട്രൈബ്യൂണലിൽ മാത്രമല്ല അതിന് മുകളിലേക്കും ചോദ്യം ചെയ്യപ്പെടാം എന്ന കാര്യം വരുന്നു. മൂന്നാമത്തേത് ഇതാണ്, ഈ വഖഫ് ബോർഡിന്റെ തോന്നിയ പോലെയുള്ള കാര്യങ്ങൾ നടക്കില്ല. അതിന്റെ ഒരു അഡ്മിനിസ്ട്രേഷനിൽ ഒരു സുതാര്യത വരുന്നു, ആ ഘടനയിൽ ഒരു മാറ്റം വരുന്നു. ഈ കാര്യങ്ങൾ ഇതാണ് വരുന്നത്. ഇത് വഖഫ് പരിപാലന നിയമമാണല്ലോ. അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റത്തില്ല? പരിപാലന നിയമമാണ്. യുവരാജ് ഗോകുൽ ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഒരു കെട്ടുറപ്പ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. യുവരാജ് അല്ല, ഇന്ത്യ മുന്നണിയിലെ കെട്ടുറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, അവരുടെ ഇടയിലുള്ള കെട്ടുറപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാകെ ഈ പറയുന്ന മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിനോട് ഇപ്പൊ കേരളത്തിൽ മാത്രമാണ് ക്രൈസ്തവ സമൂഹം ബാക്കി ഈ പറയുന്ന പല സംസ്ഥാനങ്ങളിലും അവർക്ക് ഈ പറയുന്ന മുസ്ലിം വോട്ട് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിനകത്ത് അവരെ പ്രീണിപ്പിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് മനസ്സിലാകാതെ വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് ടൈംസിന്റെ ഒരു വാർത്തയാണ്, RSS കാരും പറഞ്ഞതല്ല, എക്കണോമിക് ടൈംസിന്റെ വാർത്തയാണ്. 16 ഒക്ടോബർ 2024 പാർലമെന്റ് ഈസ് ബിൽറ്റ് ഓൺ വഖഫ് പ്രോപ്പർട്ടീസ് ലാൻഡ്. AIUDF ചീഫ് ബദ്രുദ്ദീൻ അജ്മൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്. അവർ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പാർലമെന്റിന്റെ മന്ദിരം മാത്രമല്ല സറൗണ്ടിങ് ഏരിയാസ് അറൗണ്ട് വസന്ത് വിഹാർ അപ് ടു ദി എയർപോർട്ട് ഹാവ് ബീൻ ബിൽഡ് ഓൺ വഖഫ് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. നാളെ ഈ വഖഫ് വന്നിട്ട് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ വഴിയെ കാണുന്ന സാധനങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് അത് ഞങ്ങളുടേത് ഇത് ഞങ്ങളുടെ എന്ന് പറയുകയാണ്. ഈ സെക്ഷൻ 40 ഇരിക്കുന്നതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പൊ മഞ്ജുഷിന്റെ ഒരു ലാൻഡ് ചൂണ്ടിക്കാണിച്ചിട്ട് വഖഫ് ബോർഡ് പറയുന്നത് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുഷാണ് പിന്നീട് പോയി പ്രൂവ് ചെയ്യേണ്ടി വരുന്നത് എന്താണ് ഇത് അവരുടേതല്ല തൻ്റെതാണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടുന്ന സാഹചര്യം മഞ്ജുഷിനാണുള്ളത്. അവർക്ക് ഒരു ഡോക്യുമെന്റ് പോലും എടുത്ത് മുമ്പിലോട്ട് വെക്കേണ്ട, വാക്കാൽ വഖഫ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഇതിനെ ഡ്രാക്കോണിയൻ എന്നല്ലാതെ എന്താണ് പറയുക? ഓക്കെ, ഇപ്പൊ മഞ്ജുഷിന്റെ ഒരു ഭൂമി ഞാൻ ക്ലെയിം ചെയ്യുകയാണ്, ഞാൻ പ്രോപ്പറായിട്ട് ഒരു ഡോക്യുമെന്റുമായിട്ട് കോടതിയിലോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലോ നിയമ സംവിധാനങ്ങളുടെ മുമ്പിലോ പോയിട്ട് ക്ലെയിം ചെയ്യുകയാണ്. നമ്മൾ അവിടെ ഒരു കേസ് വരികയാണ്, പിന്നെ താങ്കൾക്ക് ആ ലാൻഡ് കൊണ്ടുപോയിട്ട് ലോൺ എടുക്കാൻ സാധിക്കില്ല, ക്രയവിക്രയം ചെയ്യാൻ സാധിക്കില്ല, ഒന്നും സാധിക്കില്ല, അത്തരത്തിലൊരു സാഹചര്യം വരും. പക്ഷെ വഖഫ് ബോർഡ് വന്നിട്ട് വിരൽ ചൂണ്ടിയിട്ട് പറയുന്നത് ഈ പ്രോപ്പർട്ടി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഭൂമി നിങ്ങളുടേതാണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ലോൺ എടുക്കാൻ സാധിക്കുള്ളൂ, നിങ്ങൾക്ക് ആ ഭൂമി വിൽക്കാൻ സാധിക്കുള്ളൂ, മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു സാഹചര്യം വരുന്നത് എന്ത് തരത്തിലാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? അപ്പോൾ മഞ്ജുഷ് ആദ്യത്തെ റൗണ്ടിൽ എന്നോട് ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് വഖഫ് ബോർഡിൽ ഈ പറയുന്ന നോൺ മുസ്ലിംസ് കൂടി വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്? കാരണം ഈ പറയുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഒരു വഖഫ് ബോഡി എന്ന് പറയുന്നതിനകത്ത്, വഖഫ് ബോർഡ് എന്ന് പറയുന്ന ബോഡി ഉണ്ടാകുന്നതിനകത്ത് ഒരു എന്താണ് ഇവർ എല്ലാവരുടെയും ഭൂമി കയറി ക്ലെയിം ചെയ്യുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്.
നിൽക്കുന്നത്. 47,000 കേസ് നിലനിൽക്കുന്നതിനകത്ത് 9,000 കേസുകൾ മാത്രമേ മുസ്ലിംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ ഇതര സമുദായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതര സമുദായങ്ങളുടെ പ്രോപ്പർട്ടി മുഴുവൻ ഇങ്ങനെ കയറി ക്ലെയിം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ശബ്ദം കൂടി അതിനകത്ത് കേൾക്കേണ്ടുന്നതിന്റെ ആവശ്യകതയുണ്ട്. ഇവരുടെ മഹല്ല് കമ്മിറ്റിയിലേക്കോ ഇവരുടെ ആചാരപരമായ കാര്യങ്ങളിലേക്കോ ഒന്നും ഇടപെടാൻ വേണ്ടിയിട്ടല്ല ആരും പോകുന്നത്. ലാൻഡുമായിട്ടുള്ള ക്ലെയിം നിങ്ങൾ മറ്റുള്ളവരുടെ ക്ലെയിം ചെയ്യുന്ന സമയത്ത് രീതിയിലുള്ള ഒരു മാറ്റമാണ് ഈ ബോർഡിൽ വരുത്തുന്നത്.